അപ്പൊ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലാവരും കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. കഴിഞ്ഞ ഇയർ ചെയ്ത പോലെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു തരുമോ എന്നുള്ളൊരു കാര്യം. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു ടൈം ടേബിൾ എല്ലാവർക്കും ഒന്നും ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് മാത്രം ഇതുപോലെ പഠിച്ചു പോവുക. ചിലർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. മറ്റു ചിലരെ സംബന്ധിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനകത്ത് പോവാൻ റെഡി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 17 ദിവസത്തെ ചാലഞ്ച് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഇയർ നമ്മൾ 15 ദിവസത്തെ ചാലഞ്ച് ആയിരുന്നു. ഇത്തവണ നമ്മളത് 17 ദിവസത്തെ ചാലഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് അത്രയും ദിവസമേ ബാക്കിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എന്നും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമെങ്കിലും മടി കാരണം നടക്കാറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മാത്രമല്ല മിക്ക കോളേജുകളിലും സ്റ്റഡി ലീവ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ പിന്നെ നമ്മൾ മുന്നേ ഒക്കെ തുടങ്ങിയാലും പ്രത്യേകിച്ച് അവർക്ക് ചിലപ്പോൾ പഠിക്കാനുള്ള ഒരു ടൈം കിട്ടണം എന്നുമില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒരു പേപ്പറും പേനയും എടുത്തു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഈ വീഡിയോ ചിലപ്പോൾ കാണേണ്ടതായിട്ട് വരും. അതിൽ നല്ലത് പറയുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതി പോവുക. അപ്പൊ നമ്മള് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം 3 ചാപ്റ്റർ വെച്ച് പഠിക്കുന്ന രീതിക്കാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ ഏകദേശം 14 ചാപ്റ്ററും സെക്കൻഡ് സെമ്മിൽ 16 ചാപ്റ്റർ, അങ്ങനെ ടോട്ടൽ 30 ചാപ്റ്റർ ആണുള്ളത്. സോ നമുക്കത് പഠിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബയോകെമിസ്ട്രി ന്യൂട്രീഷനും പഠിച്ചിട്ട് തന്നെ പോകണം. പ്രത്യേകിച്ച് ബയോകെമിസ്ട്രി സ്വന്തമായിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഒരു ടൈം ടേബിളിലോട്ട് പോവാം. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്ന പേപ്പർ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തേക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 25-ാം തീയതിയാണ്, സെപ്റ്റംബർ 25. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 23-നാണ്. സോ ഒരു വീഡിയോ കണ്ടുവരാനുള്ള ഒരു ടൈം കൂട്ടിയിട്ടാണ് സെപ്റ്റംബർ 23, 24 നമ്മൾ ഇൻക്ലൂഡ് ആക്കാത്തത്. അപ്പം സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 11 വരെയാണ് നമ്മളൊരു ഈ ഒരു ചലഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഒക്ടോബർ 13-ാം തീയതിയാണ് എക്സാം. അപ്പൊ ഒക്ടോബർ 12ഉം ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ശരിക്കും നമുക്ക് സമയമില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലൊക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെ കവർ ചെയ്യാനായിട്ട് പറ്റണം എന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ഡേ 1 എന്ന് പറയുന്നത് സെപ്റ്റംബർ 25 ആണ്. അപ്പൊ സെപ്റ്റംബർ 25-ാം തീയതി നഴ്സിംഗ് ഫൗണ്ടേഷന്റെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ ബയോകെമിസ്ട്രി, കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ്സും. സോ നിങ്ങൾ ഈ ഒരു 3 ചാപ്റ്ററും ഈ ഒരു സെപ്റ്റംബർ 25-ാം തീയതി തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4ാമത്തെ ബാച്ച് ആണ്. നിങ്ങളിപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് 4ാമത്തെ ബാച്ച് ആയിരിക്കും. സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തണക്കെ ഞാൻ 3ാമത്തെ ബാച്ച് ആണ്. അപ്പം നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉറപ്പായിട്ടും സെമസ്റ്ററിൽ തന്നെ കിട്ടും. ആ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്ര യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക. ആ ഒരു കാര്യം നിങ്ങൾ ഏത് എക്സാമിന് പോയാലും മറക്കരുത്. അടുത്തായിട്ട് സെപ്റ്റംബർ 26-ാം തീയതി നഴ്സിംഗ് ഫൗണ്ടേഷൻ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, കൂടാതെ തന്നെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ, പിന്നെ ബയോകെമിസ്ട്രിന്ന് പ്രോട്ടീൻസ്. അപ്പൊ ഇത്രയാണ് സെപ്റ്റംബർ 26-ാം തീയതി ഇട്ടിട്ടുള്ളത്. അടുത്ത സെപ്റ്റംബർ 27-ലോട്ട് വരുമ്പോഴത്തേക്ക് ബയോകെമിസ്ട്രി ഓർഗൻ ഫങ്ഷൻ ടെസ്റ്റ്. നിങ്ങൾക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിനകത്ത് ആകെ 3 ടെസ്റ്റേ പറയുന്നുള്ളൂ. അതിന്റെ എന്താണ് അതിൽ വരുന്ന കമ്പോണൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ ആ ഒരു ചാപ്റ്റർ ഫിനിഷ് ആവും. കൂടാതെ തന്നെ ന്യൂട്രീഷനിൽ 2 ചാപ്റ്റർ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ന്യൂട്രീഷനും കൂടാതെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും. സെപ്റ്റംബർ 28-ാം തീയതി കമ്മ്യൂണിക്കേഷൻ. നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണ് ആദ്യം പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. കൂടുതൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ടും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കൊണ്ട് അതിന്റെ കൂടെ ഒരു എക്യുപ്മെന്റ് ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ഒരു ചാപ്റ്റർ ആണ് ഇട്ടിട്ടുള്ളത്. ശരിക്കും ആ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടില്ല അധികം, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ അറിയത്തില്ല. ബയോകെമിസ്ട്രി അന്നത്തെ ദിവസം ഒരു ചാപ്റ്റർ ഇട്ടിട്ടില്ല. ന്യൂട്രീഷനകത്ത് പ്രോട്ടീൻസും കൂടെ ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് സെപ്റ്റംബർ 29-ാം തീയതി നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് നന്നായിട്ട് പഠിക്കുക. കൂടാതെ തന്നെ ബയോകെമിസ്ട്രിന്ന് ആസിഡ് ബേസ് മെയിൻ്റെനൻസും ഹീം കാറ്റബോളിസം. സോ നിങ്ങൾ ഇതൊന്നെങ്കിലും എഴുതി പോവുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിലബസും കൂടെ അടുത്തടുത്ത് വെച്ചേക്കുക. 30-ാം തീയതി നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് വൈറ്റൽ സയൻസ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വൈറ്റൽ സയൻസ്. പഠിച്ചിട്ട് പോകണം. പിന്നെ അന്നത്തെ ദിവസം ബയോകെമിസ്ട്രി ഇട്ടിട്ടില്ല. ന്യൂട്രീഷനിൽ നിന്ന് ഫാറ്റ്സും വൈറ്റമിൻസും. സമയം കിട്ടുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പഠിക്കുക. വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്.
അടുത്തതായിട്ട് ഒക്ടോബർ 1 നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് നഴ്സിംഗ് ആസ് എ പ്രൊഫഷനും കൂടെ തന്നെ ഫസ്റ്റ് എയ്ഡും. പ്രൊഫഷൻ എന്താണ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പ്രൊഫഷന്റെ ഡെഫിനിഷൻ ഒക്കെ തന്നെ പഠിച്ചിട്ട് പോണം. ഫസ്റ്റ് എയ്ഡും പഠിച്ചിട്ട് പോണം. പിന്നെ ബയോകെമിസ്ട്രി അന്നത്തെ ദിവസം ഇമ്മ്യൂണോ കെമിസ്ട്രി ആണ് ഇട്ടിട്ടുള്ളത്. ന്യൂട്രീഷൻ അന്നത്തെ ദിവസം നമ്മൾ ചാപ്റ്റർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് ഒക്ടോബർ 2-ാം തീയതി. ഒക്ടോബർ 2-ാം തീയതി നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ചാപ്റ്റർ ഒന്നും ഇട്ടിട്ടില്ല. ബയോകെമിസ്ട്രി ക്ലിനിക്കൽ എൻസൈമോളജി ആണ് ഇട്ടിട്ടുള്ളത്. ന്യൂട്രീഷനകത്ത് മിനറൽസും ബാലൻസ്ഡ് ഡയറ്റും ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഒക്ടോബർ 2 ആവുമ്പോഴത്തേക്ക് നമ്മൾ ബയോകെമിസ്ട്രിയുടെ 8 ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ശരിക്കും ഒരു എയിം ആയിട്ടൊക്കെ തന്നെ വെക്കുക. നിങ്ങൾ ബയോകെമിസ്ട്രി പെട്ടെന്ന് നല്ല രീതിയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ ഒരു രീതിക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ 2-ാം തീയതി ആവുമ്പോഴത്തേക്ക് ബയോകെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തന്നെ നമുക്കൊരു ഭാരം ഒഴിയും. നമുക്ക് സ്വന്തമായിട്ട് തള്ളിമറിച്ച് എഴുതാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല ബയോകെമിസ്ട്രി. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം വരും. സോ അങ്ങനെ നോക്കുക. അടുത്തായിട്ട് ഒക്ടോബർ 3-ാം തീയതി ഇൻട്രൊഡക്ഷൻ ടു ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തായിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് രണ്ടുമാണ് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് ഒക്ടോബർ 3-ാം തീയതി. കൂടാതെ തന്നെ ന്യൂട്രീഷനിൽ നിന്ന് തെറാപ്യൂട്ടിക് ഡയറ്റ്സ്. അടുത്തായിട്ട് ഒക്ടോബർ 4 നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് കംഫർട്ട്, റെസ്റ്റ്, സ്ലീപ്പ് ആൻഡ് പെയിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് പെയിൻ. അതുപോലെ തന്നെ ഇനി അടുത്ത ഇയർ വേണമെങ്കിൽ സ്ലീപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കംഫർട്ട് ഒക്കെ ചോദിക്കാം. കംഫർട്ട് ഡിവൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതൊക്കെ വേണമെങ്കിൽ എസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കംഫർട്ട് ഡിവൈസസിന്റെ. സോ അത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. അടുത്ത മൊബിലിറ്റി ആൻഡ് ഇമ്മൊബിലിറ്റി. കൂടെ തന്നെ ഒക്ടോബർ 4-ാം തീയതി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. അത് ന്യൂട്രീഷനിൽ നിന്നാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഞാൻ ബയോകെമിസ്ട്രി പറയത്തില്ല, അത് ഓർമ്മ വേണം. ബയോകെമിസ്ട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തായിട്ട് ഒക്ടോബർ 5-ാം തീയതി പ്രൊമോട്ടിംഗ് സേഫ്റ്റി ഇൻ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് റെസ്ട്രെയിൻസ്. ടൈപ്പ് ഓഫ് റെസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് പഠിച്ചിട്ട് പോവുക. അപ്പം ഒക്ടോബർ 5-ാം തീയതി നമ്മൾ അടുത്തതായിട്ട് ഇട്ടിട്ടുള്ളത് ഹെൽത്ത് അസസ്മെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 നമ്മൾ ഈ ഒരു ഒക്ടോബർ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഹെൽത്ത് അസസ്മെന്റ് നിങ്ങൾക്ക് അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരെ ചാൻസ് ഉണ്ട്. സോ ഹെൽത്ത് അസസ്മെന്റ് നന്നായിട്ട് പഠിക്കുക. ഒരു സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ പഠിച്ചിരിക്കണം. സ്കിപ്പ് ചെയ്യരുത്. ന്യൂട്രീഷനിൽ നിന്ന് കുക്കറി റൂൾസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ന്യൂട്രിയൻസ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കുറെ പഠിക്കാനുണ്ട്, പക്ഷെ പഠിച്ചേ പറ്റൂ. അടുത്തതായിട്ട് ഒക്ടോബർ 6-ാം തീയതി നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് 2 ചാപ്റ്റർ, നഴ്സിംഗ് പ്രോസസ്സും സെൽഫ് കോൺസെപ്റ്റും. നഴ്സിംഗ് പ്രോസസ് അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. സോ നമ്മൾ സെൽഫ് കോൺസെപ്റ്റ് ഒരു ചെറിയ ചാപ്റ്റർ ആണ് അതിന്റെ കൂടെ ഇട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ ന്യൂട്രീഷൻ അസസ്മെന്റ് ആൻഡ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ. അടുത്തായിട്ട് ഒക്ടോബർ 7-ാം തീയതി ന്യൂട്രീഷണൽ നീഡ്സും ഹൈജീനും. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ന്യൂട്രീഷനകത്ത് ഇട്ടിട്ടുള്ളത് നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ആൻഡ് റോൾ ഓഫ് നഴ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ട് എസ്സേ ചോദിക്കാനോ അല്ലെ ഷോർട്ട് നോട്ട് ചോദിക്കാനോ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്. എനിക്കിപ്പം പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല. മറ്റേ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഒക്കെ അതിൽ വരുന്നതാണ്. സോ നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്. ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ എക്സാമിന് ചോദിച്ചായിരുന്നോ എന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. അടുത്തായിട്ട് ഒക്ടോബർ 8-ാം തീയതി എലിമിനേഷൻ നീഡ്സ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഐ തിങ്ക് അതിൽ നിന്നാണ് തോന്നുന്നു എനിമ ഒക്കെ വരുന്നത്. എനിമ ഞങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. കോൺസെപ്റ്റ്സ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി. അതൊക്കെ ശരിക്കും കുറച്ച് വായിച്ച് വിട്ട് മനസ്സിലാക്കി വെച്ചേക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കുക അങ്ങനൊന്നും ചെയ്യരുത്. മനസ്സിലാക്കി പഠിക്കുക. അടുത്തായിട്ട് ന്യൂട്രീഷനിൽ നിന്ന് ഫുഡ് സേഫ്റ്റി. അപ്പൊ ഈ ഒരു ഒക്ടോബർ 8-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂട്രീഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ന്യൂട്രീഷനും ഈ ഒരു ഒക്ടോബർ 8 ആകുമ്പോഴത്തേക്ക് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും ചെയ്യല്ലേ. എല്ലാരെ കൊണ്ടും ഇതൊന്നും ഫോളോ ചെയ്യാൻ ഒരു കാരണവശാലും പറ്റണം എന്നില്ല. സോ ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പൊ ഇനിയുള്ള ഡേയ്സ് വെച്ചിട്ട് നമ്മൾ ഡെയിലി ഒരു 3 ചാപ്റ്റർ എങ്കിലും വെച്ച് പഠിച്ചിട്ട് പോകണം. ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ഓഫ് കോഴ്സ് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് ഒരു ഐഡിയ എടുത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അടുത്തായിട്ട് ഒക്ടോബർ 9-ാം തീയതിയാണ്. അപ്പൊ നമ്മുടെ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആയി, ബയോകെമിസ്ട്രി കംപ്ലീറ്റ് ആയി. സോ നമ്മൾ ഇനി ഡെയിലി 3 നഴ്സിംഗ് ഫൗണ്ടേഷൻ ചാപ്റ്റർ വെച്ചിട്ട് പഠിച്ചിട്ട് പോകണം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമിനോട് അടുക്കുമ്പോഴായിരിക്കും നമുക്ക് പേടി വരുന്നതും പഠിക്കുന്ന ഒരു സ്പീഡൊക്കെ നമ്മൾ കുറച്ച് കൂട്ടും. സോ അവസാനം കുറച്ച് പഠിക്കാനുള്ള കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. അതുകൊണ്ട്
കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആണ്. ഒക്ടോബർ 9 ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്, ഓക്സിജനേഷൻ നീഡ്സ് ആൻഡ് സെക്ഷുവാലിറ്റി. ഈ ചാപ്റ്റേഴ്സ് 3 ഉള്ളത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജനേഷൻ നീഡ്സ്, ഓക്സിജനേഷന്റെ ഒക്കെ എസ്സേ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റേ വെഞ്ചൂരി മാസ്ക്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഒക്ടോബർ 10 കെയർ ഓഫ് ടെർമിനലി ഇൽ പേഴ്സൺ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ, സെൻസറി നീഡ്സ്. ഇതിൽ കെയർ ഓഫ് ടെർമിനലി ഇൽ പേഴ്സൺ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ രണ്ടും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷനിലൊക്കെ അത്യാവശ്യം ഓരോ എന്താ നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതുപോലെ തന്നെ ഏതൊക്കെയാണ് സൈറ്റുകൾ, ഏതൊക്കെ രീതിയിൽ ഇപ്പം IM, IV അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ ഒരു കമ്പൈൻഡ് ആയിട്ട് എസ്സേ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കെയർ ഓഫ് ടെർമിനലി ഇൽ പേഴ്സൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ശരിക്കും നല്ലൊരു ചാപ്റ്റർ ആണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും അങ്ങനെ ഷോർട്ട് നോട്ട് എസ്സേ ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയ ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. ഇതിലാണ് യൂത്തനേഷ്യ, എംബാമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ യൂത്തനേഷ്യ അതൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ അങ്ങനൊക്കെ തന്നെ ചോദിക്കാനും അങ്ങനത്തെ കുറെ ഇതുണ്ട്. മറ്റേ റിഗർ മോർട്ടിസ് അതൊക്കെ ഇതിനകത്താണ്. സോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ചാപ്റ്റർ തുടങ്ങുന്നത് ഡെത്തിലാണ്, പക്ഷെ അവസാനത്തോട് വരുമ്പോൾ കുറെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആ ചാപ്റ്ററിൽ ഉണ്ട്. ഐ തിങ്ക് അതിൽ മറ്റേ ഗ്രീഫിന്റെ സ്റ്റേജസ് ഓഫ് ഗ്രീഫ് ഉണ്ട്, ഒരു 5 സ്റ്റേജ്. അത് പഠിച്ചിട്ട് പോണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീഫ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തായിട്ട് ഒക്ടോബർ 11 ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ആസിഡ് ബാലൻസ്. അതിനകത്താണ് റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. അതും പഠിക്കണം. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. പിന്നെ അടുത്തായിട്ട് നഴ്സിംഗ് തിയറീസിൽ കുറെ തിയറീസ് ഉണ്ട്. അതിൽ നിങ്ങൾ ആ ഒരു നൈറ്റിംഗേളിന്റെ തിയറി ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. പിന്നെ ഏതോ ഇമ്പോർട്ടന്റ് 2-3 തിയറി ഉണ്ട്, സീരിയസ്ലി എനിക്ക് ഓർമ്മയില്ല. അടുത്തായിട്ട് സ്ട്രെസ് ആൻഡ് അഡാപ്റ്റേഷൻ. അപ്പൊ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഒക്ടോബർ 13 എക്സാം ഒക്ടോബർ 11 ആവുമ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. അപ്പൊ എഗെയിൻ ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്ക് ടെൻഷൻ അടിച്ച് കളയാനുള്ളൊരു സമയമില്ല. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കാണ്ട് സമാധാനത്തിൽ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. പറ്റുന്ന പോലെയൊക്കെ പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് കൊടുക്കുക. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ എല്ലാം റെഡിയാക്കി തരാൻ ദൈവത്തോടുകൂടി പ്രാർത്ഥിക്കുക. അപ്പം എനിക്കും എക്സാം ആണ് ഒക്ടോബർ 7. അപ്പൊ എല്ലാവരും എനിക്കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ഞാനൊരു ബയോകെമിസ്ട്രിയുടെ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ജസ്റ്റ് ഇതുപോലെ സിലബസ് നോക്കിയിട്ട്, ഇപ്പൊ ടെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ട് അത് നോക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ കൂടെ ചെയ്തേക്കും. അപ്പൊ നിങ്ങൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. മാക്സിമം സിലബസ് അടുത്തെടുത്ത് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടാവും. സോ ബയോകെമിസ്ട്രി ഒക്കെ ഉറപ്പായിട്ടും കംപ്ലീറ്റ് പഠിക്കുക. ഇതായിരുന്നു ബയോകെമിസ്ട്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഓഫ് അപ്ലൈഡ് ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. ഇത് ഹർബൻസ് ലാലിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതിൽ ബയോകെമിസ്ട്രി ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്. പക്ഷെ ബയോകെമിസ്ട്രി ഈ ഒരു ടെക്സ്റ്റ് ഒക്കെയാണ് ഞാൻ പഠിച്ചത്. അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. ന്യൂട്രീഷൻ ദിവ്യ ചൗധരിയുടെ ലേറ്റസ്റ്റ് എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ജ്യോതി കത്വാൾ എന്ന് പറഞ്ഞ ഒരു ഓഥറിന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് പഠിച്ചത്. ശരിക്കും അത് നല്ലൊരു സിമ്പിൾ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മളൊരു 2 വീഡിയോ കൂടെ ഇതിന്റെ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അറിയുന്ന പോലെ പറ്റുന്ന പോലെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.